നമസ്കാരം. ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. 1/6/2026 തിങ്കളാഴ്ച രാത്രി 1:48 അതായത് കൊല്ലവർഷം 1201 ഇടവമാസം 18-ാം തീയതി വ്യാഴം മിഥുനം രാശി വിട്ട് അതിൻ്റെ ഉച്ചരാശിയായ കർക്കിടകൻ രാശിയിലേക്ക് രാശിപരിവർത്തനം നടത്തുകയാണ്. ഈ രാശിപരിവർത്തനം മൂലം മിഥുനക്കൂറിൽ ജനിച്ച മകയിരം 3-4 പാദങ്ങൾ, തിരുവാതിര, പുണർതം 1, 2, 3 പാദങ്ങൾ എന്നിവർക്കും, കന്നിക്കൂറിൽ ജനിച്ച ഉത്രം നക്ഷത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര നക്ഷത്രത്തിൻ്റെ 1, 2 പാദങ്ങൾ എന്നിവർക്കും, വൃശ്ചികക്കൂറിൽ ജനിച്ച വിശാഖ നക്ഷത്രത്തിൻ്റെ 4-ാം പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്കും, മകരക്കൂറിൽ ജനിച്ച ഉത്രാട നക്ഷത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൻ്റെ 1, 2 പാദങ്ങൾ എന്നിവർക്കും, മീനക്കൂറിൽ ജനിച്ച പൂരുരുട്ടാതി നക്ഷത്രം 4-ാം പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർക്കും ധനപരമായും മറ്റും നല്ല സമയമാണ് വരാൻ പോകുന്നത്. ഈ 5 കൂറുകാരുടെയും നല്ല ഫലങ്ങളെക്കുറിച്ചുള്ള വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ മോർ എന്നെഴുതിയിരിക്കുന്നത് ക്ലിക്ക് ചെയ്താൽ അകത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാവുന്നതാണ്. ബാക്കി വരുന്ന 7 രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴമാറ്റം അത്ര അനുകൂലമല്ല എങ്കിൽ കൂടി വ്യാഴം അതിൻ്റെ ഉച്ചരാശിയിലായി സ്ഥിതി ചെയ്യുന്നത് കാരണം ദോഷഫലങ്ങൾ വളരെ കുറയുകയും ചില നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരികയും ചെയ്യും. എങ്കിലും ഇവർ ഇനി പറയുവാൻ പോകുന്ന കാര്യങ്ങളിൽ അല്പം ശ്രദ്ധിക്കുന്നത് ദോഷഫലങ്ങൾ ഒഴിവാക്കുവാൻ ഉപകരിക്കും. ഇനി ആരൊക്കെ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി മേടക്കൂറിൽ ജനിച്ച അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദം എന്നീ നക്ഷത്രക്കാർക്ക് വ്യാഴം അനിഷ്ടഭാവമായ 4-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുവാൻ പോകുന്നത്. അതിനാൽ ഇവർക്ക് സുഖാവസ്ഥയ്ക്ക് അല്പം കോട്ടം സംഭവിക്കാം. ഇവരുടെ സ്വജനങ്ങൾ, പ്രത്യേകിച്ച് അമ്മയ്ക്ക് അരിഷ്ടതകൾ ഉണ്ടാകാം. ബന്ധുജനങ്ങളിൽ നിന്നും സഹോദരീ സഹോദരന്മാരിൽ നിന്നുമുള്ള ദുഃഖാനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഇവരുമായി ഇടപഴകുമ്പോൾ അല്പം സൂക്ഷ്മത വേണം. വളരെ വീണ്ടുവിചാരത്തോടുകൂടി ഇവരുമായി ഇടപഴകുക. എങ്കിലും ഇവർക്ക് കർമ്മരംഗങ്ങളിൽ നിന്നും നേട്ടങ്ങളും വിദേശത്ത് ജോലി സാധ്യതയും യാത്രകളിൽ കൂടി നേട്ടങ്ങളും ഉണ്ടാകും. രണ്ടാമതായി വ്യാഴം അനിഷ്ടഭാവത്തിൽ സഞ്ചരിക്കുവാൻ പോകുന്നത് ഇടവക്കൂറിൽ ജനിച്ച കാർത്തിക നക്ഷത്രം 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം നക്ഷത്രത്തിൻ്റെ 1, 2 പാദങ്ങൾ എന്നിവർക്കാണ്. ഇവർക്ക് വ്യാഴം അനിഷ്ടഭാവമായ 3-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുവാൻ പോകുന്നത്. അതിനാൽ ഇപ്പോൾ താമസിക്കുന്നിടത്തു നിന്നും മാറി താമസിക്കേണ്ടി വരികയോ ജോലിയിൽ സ്ഥലം മാറ്റത്തിനോ സാഹചര്യം ഉണ്ടാകാം. ജോലിസ്ഥലത്ത് മേലധികാരികളുമായി നല്ല രീതിയിൽ പെരുമാറുക. അവരുടെ അപ്രീതിക്ക് പാത്രമാകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. പൊതുജനങ്ങളിൽ നിന്നുമുള്ള വിരോധമോ കാര്യതടസ്സമോ മനസ്താപമോ ഉണ്ടാകാം. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഭാര്യ അഥവാ ഭർത്താവിൽ നിന്നും പിതൃതുല്യരായവരിൽ നിന്നും സാമ്പത്തിക ലാഭവും സുഖാനുഭവങ്ങളും പ്രതീക്ഷിക്കാം. മൂന്നാമതായി കർക്കിടകക്കൂറിൽ ജനിച്ച പുണർതം നക്ഷത്രത്തിൻ്റെ 4-ാം പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർക്ക് വ്യാഴം അതിൻ്റെ അനിഷ്ടഭാവമായ ജന്മരാശിയിലാണ് സഞ്ചരിക്കുവാൻ പോകുന്നത്. അതിനാൽ ഇവർ ധനപരമായ നിക്ഷേപങ്ങളും ക്രയവിക്രയങ്ങളും ചെയ്യുമ്പോൾ ധനനഷ്ടം ഉണ്ടാകാതെ സൂക്ഷിക്കുക.
ഭാര്യാഭർത്താക്കന്മാർ തമ്മിലും സന്താനങ്ങളുമായും സ്വജനങ്ങളുമായും കലഹമുണ്ടാകാതെ സൂക്ഷിക്കുക. കൂടുതൽ മാനസിക പിരിമുറുക്കമുണ്ടാകാതെ സൂക്ഷിക്കണം. ഇവർക്ക് സന്താനങ്ങളിൽ നിന്നും ഭാര്യ അഥവാ ഭർത്താവിൽ നിന്നും പിതൃതുല്യരായവരിൽ നിന്നും സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകാം. നാലാമതായി, ചിങ്ങക്കൂറിൽ ജനിച്ച മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൻ്റെ 1-ാം പാദം എന്നിവർക്ക് വ്യാഴം അനിഷ്ടഭാവമായ 12-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ അധിക ചിലവുണ്ടാകാതെ സൂക്ഷിക്കുക. ജോലി കിട്ടുക വഴിയോ മറ്റേതെങ്കിലും കാര്യങ്ങൾക്കായോ വിദേശയാത്രയോ അഥവാ സ്വദേശത്ത് തന്നെ ദൂരയാത്രയോ ചെയ്യേണ്ടി വന്നേക്കാം. ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും കടം കൊടുക്കുമ്പോഴും കൂടുതൽ സൂക്ഷ്മത പുലർത്തുക. കേസുകളിലും വഴക്കിലും മറ്റും ചെന്ന് ചാടാതെ സൂക്ഷിക്കുക. ഈ സമയം സ്ഥലം മാറ്റത്തിനും സാധ്യതയുണ്ട്. എങ്കിലും ഇവർക്ക് സ്വഗൃഹത്തിൽ നിന്നുള്ളവരിൽ നിന്നും മാതാവിൽ നിന്നുമുള്ള സഹായ സഹകരണങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. അഞ്ചാമതായി, തുലാക്കൂറിൽ ജനിച്ച ചിത്തിര നക്ഷത്രം 3-4 പാദങ്ങൾ, ചോതി, വിശാഖ നക്ഷത്രത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ എന്നിവർക്ക് അനിഷ്ടഭാവമായ 10-ാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുവാൻ പോകുന്നത്. അതിനാൽ ഇപ്പോഴുള്ള ജോലി നഷ്ടപ്പെടുന്നതിനോ സ്ഥലം മാറ്റത്തിനോ സാധ്യതയുള്ളതിനാൽ മേലധികാരികളുമായി ഏറ്റുമുട്ടലുകൾക്ക് പോകാതിരിക്കുക. ജോലിഭാരം ഈ സമയം വർദ്ധിക്കാം. പിതാവിനോടും ഗുരുക്കന്മാരോടും കലഹമുണ്ടാകാതെ സൂക്ഷിക്കുക. ഈ സമയം ഭാഗ്യഹാനി നേരിടുമെന്നതിനാൽ പുതിയ സംരംഭങ്ങളിൽ നിക്ഷേപം നടത്താതിരിക്കുകയും ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ സൂക്ഷ്മത പുലർത്തുകയും വേണം. എങ്കിലും സാമ്പത്തികമായി കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരികയില്ല. മാതാവിൽ നിന്നോ കോടതി വ്യവഹാരങ്ങൾ വഴിയോ സാമ്പത്തിക ലാഭം ഉണ്ടാകാം. വീടിൻ്റെ അറ്റകുറ്റപ്പണി നടത്തുകയോ പുതിയ വീട് പണി തുടങ്ങുകയോ വാഹനം വാങ്ങുകയോ ചെയ്യാം. ആറാമതായി, ധനുക്കൂറിൽ ജനിച്ച മൂലം, പൂരാടം, ഉത്രാട നക്ഷത്രത്തിൻ്റെ 1-ാം പാദം എന്നിവർക്ക് വ്യാഴം അനിഷ്ടഭാവമായ 8-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ അല്പം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഈ സമയം കാര്യതടസ്സങ്ങളും സഞ്ചാരക്ലേശങ്ങളും അനുഭവത്തിൽ വന്നേക്കാം. ഗൃഹം മാറി താമസിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. എങ്കിലും ധനപരമായി കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരികയില്ല. അമ്മ വഴിയുള്ള സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. വിദേശ സഞ്ചാരത്തിനും യോഗമുണ്ട്. ഏഴാമതായി, കുംഭക്കൂറിൽ ജനിച്ച അവിട്ടം നക്ഷത്രം 3-4 പാദങ്ങൾ, ചതയം, പൂരുരുട്ടാതി നക്ഷത്രം 1, 2, 3 പാദങ്ങൾ എന്നിവർക്ക് വ്യാഴം അനിഷ്ടഭാവമായ 6-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുവാൻ പോകുന്നത്. അതിനാൽ ഈ സമയം ഇവർ കടവും മറ്റും കൊടുക്കുമ്പോൾ തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക. അതുപോലെ കഴിവതും ആരിൽ നിന്നും കടം വാങ്ങാതെ ഇരിക്കുകയും കടക്കിണിയിൽ അകപ്പെടാതെ സൂക്ഷിക്കുകയും വേണം. ഈ സമയം കടം വാങ്ങുന്നതിനും കൊടുക്കുന്നതിനും അത്ര നല്ല സമയമല്ല. എന്തൊക്കെ ഉണ്ടായിരുന്നാലും പൊതുവെ ഒരു സുഖഹാനി അനുഭവത്തിൽ വരാം. നിരാശതാബോധവും ഈ സമയം അനുഭവപ്പെടാം. എങ്കിലും സാമ്പത്തികമായി കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരികയില്ല. വിദേശത്തു നിന്നും ധനലാഭം പ്രതീക്ഷിക്കാം. കർമ്മരംഗങ്ങളിൽ കൂടി കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഇവയൊക്കെയാണ് മേടം, ഇടവം, കർക്കടകം, ചിങ്ങം, തുലാം, ധനു, കുംഭം എന്നീ കൂറുകാർക്ക് വ്യാഴമാറ്റം മൂലം 1/6/2026 മുതൽ ഒരു വർഷത്തേക്ക് വ്യാഴത്തെക്കൊണ്ട് അനുഭവത്തിൽ വരാൻ പോകുന്ന ഗുണദോഷ ഫലങ്ങൾ. മുമ്പ് പറഞ്ഞതുപോലെ വ്യാഴം ഇവർക്ക് അനിഷ്ടഭാവത്തിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും അതിൻ്റെ ഉച്ചരാശിയിൽ നിൽക്കുന്നതിനാൽ കാര്യമായ ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരികയില്ലെന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ വ്യാഴമാറ്റം കൊണ്ടുള്ള ഗുണം. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നല്ല ഫലങ്ങളും അനുഭവത്തിൽ വരും. ഈ സമയം നല്ല ദശാപഹാര സമയം നടക്കുന്നവർക്ക് ചാരവശാൽ വ്യാഴം അനിഷ്ടപ്രദനാണെങ്കിലും
കാര്യമായ ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരികയില്ല. ദശാപകാര സമയവും ചാരവശാലുള്ള ഫലങ്ങളും ദോഷപ്രദമായിട്ടുള്ളവർ മഹാവിഷ്ണു ഭജനം നടത്തിയും മഹാവിഷ്ണു, വ്യാഴം ഇവരുടെ കീർത്തനങ്ങളോ ശ്ലോകങ്ങളോ വിഷ്ണു സഹസ്രനാമമോ ജപിച്ചും ദോഷശാന്തി വരുത്താവുന്നതാണ്. ഈ സമയം ഗുരുക്കന്മാരുടെ പ്രീതി സമ്പാദിക്കുന്നതും നല്ലതാണ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുമെന്നും ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും ഈ വീഡിയോ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുമെന്നും അടുത്ത വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ശുഭാശംസകൾ.